നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് KSU മാർച്ചിൽ സംഘർഷം. ലഹരി വ്യാപനത്തിനെതിരെ പാലക്കാട് എക്സൈസ് ഓഫീസിലേക്ക് KSU മാർച്ച്. പോലീസിന് നേരെ പ്രകോപനവുമായി KSU പ്രവർത്തകർ. കള്ള് മാഫിയയുമായി ബന്ധമുള്ള ചരിത്രമാണ് CPM-ന് ഉള്ളതെന്നും മണിച്ചന്റെ ഡയറി അത് വ്യക്തമാക്കുന്നുണ്ടെന്നും KPCC അംഗം ആര്യാടൻ ഷൗക്കത്ത്. SDPI ദേശീയ നേതാവ് ED അറസ്റ്റ്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായത് SDPI ദേശീയ പ്രസിഡന്റ് വിളയൂർ കൂരാച്ചിപ്പടി സ്വദേശി MK ഫൈസി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേതാവിനെ കസ്റ്റഡിയിലെടുത്തത് ഡൽഹി വിമാനത്താവളത്തിൽ വച്ചു. മീറ്റർ പ്രവർത്തിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആവശ്യമുന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് RTO മാർച്ച്. മോട്ടോർ തൊഴിലാളി യൂണിയൻ INTUC-വിന്റെ ആഭിമുഖ്യത്തിൽ വാണിയംകുളത്തെ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം. കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിൽ നടപ്പാക്കുന്നത് മണ്ടൻ തീരുമാനങ്ങളെന്ന് BMS ജില്ലാ വൈസ് പ്രസിഡന്റ് M ഗിരീഷ്. പാലക്കാട് കളക്ടറേറ്റിലേക്ക് ഓട്ടോ മസ്ദൂർ സംഘ് തൊഴിലാളി മാർച്ച്. വാണിയംകുളത്ത് അനധികൃതമായി കുന്നിടിച്ചു നിരത്തിയ വിഷയത്തിൽ CPM പ്രാദേശിക നേതൃത്വം ഇടപെടുന്നു. 7 ഏക്കറോളം കുന്നിടിച്ചു നിരത്തിയ സ്ഥലം CPM നേതാക്കൾ സന്ദർശിച്ചു. വിഷയം ഏറ്റെടുത്തത് പ്രാദേശിക കുടുംബങ്ങളുടെ പരാതിയെ തുടർന്ന്. ഷൊർണൂരിൽ സ്വകാര്യ ബസ്സിൽ യാത്രക്കാരിയുടെ സ്വർണമാല കവർന്നു. മാസ്ക് ധരിച്ചെത്തിയ സ്ത്രീ യാത്രക്കാരിയുടെ മാല കവരുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. 3 പവൻ സ്വർണമാല നഷ്ടമായത് ചെറുപ്പളശ്ശേരി സ്വദേശിനിയുടെ. കേസിൽ ഷൊർണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട്ടിലെ മോഷണ കേസ് പ്രതികളെ ചെറുതുരുത്തിയിൽ നിന്നും തമിഴ്നാട് പോലീസ് പിടികൂടി. 32 പവൻ സ്വർണവും 1 കിലോ വെള്ളിയും മോഷ്ടിച്ച കേസിൽ അറസ്റ്റായത് അജിത്, സഹോദരി ഭർത്താവ് വെങ്കടേഷ് എന്നിവർ. പട്ടാമ്പി വള്ളൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് തിരുവേഗപ്പുറ കൈപ്പുറം പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് ഷനു. നാട് വേനൽ ചൂടിലേക്ക്. ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ പറളി കണ്ണാടി പുഴ വറ്റിവരളുന്നു. കുടിവെള്ളം പ്രതിസന്ധിയിലാകുമോ എന്ന ആശങ്കയിൽ നാട്ടുകാർ. വേനലിന്റെ ആരംഭത്തിൽ തന്നെ പുഴ വറ്റിയത് ശുദ്ധജല വിതരണത്തെ ബാധിക്കുമെന്ന് വിലയിരുത്തി പറളി പഞ്ചായത്ത് ഭരണസമിതി. നിളയോരത്ത് അഴകിനഴകായി പൈങ്കുളം വാഴാലിക്കാവ് വേല. ഗ്രാമത്തിൽ വിരിഞ്ഞത് കാഴ്ചയുടെ നിറവസന്തം. ആഘോഷത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ലക്കിടി മുളഞ്ഞൂർ ഭരണി വേല ഭക്തിസാന്ദ്രം. മങ്കരാമുണ്ടേക്കാവിൽ അശ്വതി ഭരണി മഹോത്സവം തുടരുന്നു. വാർത്തകൾ വിശദമായി. പാലക്കാട് KSU മാർച്ചിൽ സംഘർഷം. ലഹരി വ്യാപനത്തിനെതിരെ പാലക്കാട് എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മാർച്ചിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ബാരിക്കേഡ് മറികടക്കാൻ KSU പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. KSU വനിതാ പ്രവർത്തകരും ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ കൂടുതൽ വനിതാ പോലീസ് എത്തിയാണ് ഇവരെ പിടിച്ചുമാറ്റിയത്. സംഘർഷം നീണ്ടതോടെ പ്രവർത്തകർ റോഡ് ഉപരോധിക്കാനായി ശ്രമിച്ചതും പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനായി വാഹനത്തിൽ കയറ്റിയതോടെ വാഹനത്തിനു മുന്നിൽ കയറിയും KSU പ്രവർത്തകർ പ്രതിഷേധിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, ശ്യാം പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടാണ് പ്രവർത്തകരെ അനുനയിപ്പിച്ചത്. KSU വനിതാ പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചതായി KSU ജില്ലാ നേതൃത്വം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കള്ളുമാഫിയയുമായി ബന്ധമുള്ള ചരിത്രമാണ് CPM-ന് ഉള്ളതെന്നും മണിച്ചന്റെ ഡയറി അത് വ്യക്തമാക്കുന്നുണ്ടെന്നും KPCC അംഗം ആര്യാടൻ ഷൗക്കത്ത്. രാസലഹരി ഉപയോഗത്തിൽ പിന്നിലായിരുന്ന കേരളത്തെ മുന്നിലെത്തിച്ചതാണ് പിണറായിയുടെ ഭരണ നേട്ടമെന്നും ഷൗക്കത്ത് പറഞ്ഞു. ലഹരി വ്യാപനത്തിനെതിരെ KSU പാലക്കാട് എക്സൈസ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. ലഹരി മാഫിയയിൽ നിന്ന് ഉദ്യോഗസ്ഥർ വഴി ഭരണ സംവിധാനം പണം പറ്റുന്നുണ്ടെന്നും കുട്ടികളെ മണപ്പിച്ചും രുചിപ്പിച്ചും രാസലഹരിയുടെ വിൽപ്പനക്കാരാക്കുന്ന സംഘങ്ങൾ കേരളത്തിൽ തഴച്ചു വളരുകയാണെന്നും പൊതുവിദ്യാലയങ്ങളെയാണ് ലഹരി മാഫിയ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ആര്യാടൻ ഷൗക്കത്ത് കൂട്ടിച്ചേർത്തു. ചില്ലറ വിൽപ്പനക്കാരെ പിടികൂടി രക്ഷപ്പെടാതെ കേരളത്തിലെത്തിക്കുന്ന മാഫിയകളെ പിടികൂടാനാണ് ആർജവം കാണിക്കേണ്ടത്. ലഹരി ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങൾ നിത്യസംഭവമായി മാറി.
കൊലപാതക പ്രതികൾക്ക് ലഹരി ഉപയോഗിക്കാനും പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷ എഴുതുവാനും സംവിധാനമൊരുക്കുന്ന സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ആര്യടൻ ഷൗക്കത്ത് ആവശ്യപ്പെട്ടു. മാത്രമല്ല, നമുക്കറിയാം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ഈ മാഫിയയെ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, ഡിവൈഎഫ്ഐയുടെ അതേപോലെ തന്നെ കൊലയാളികളെ അവരെ ജയിലിൽ അടച്ചാൽ അവരെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടാകുന്നു. നമുക്കറിയാം താമരശ്ശേരിയിലേക്ക് കൊച്ചു പയ്യനെ ഷഹബാസിനെ അരുംകൊല ചെയ്ത ആളുകളെ പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷ എഴുതാൻ പറഞ്ഞയക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് ഞാനും നിങ്ങളും അറിയേണ്ടിയിരിക്കുന്നു. എത്രയെത്ര സംഭവങ്ങൾ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ അവരെ ജയിലിൽ അവർക്ക് ലഹരി ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. മാത്രമല്ല, അവർ ലഹരി ഉപയോഗിക്കാൻ സൗകര്യമുണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, അവർ ജയിലിൽ കടന്നതിനേക്കാൾ പരോളിൽ ഇറങ്ങാൻ അവർക്ക് സൗകര്യമുണ്ടാക്കി കൊടുക്കുക. ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CV സതീഷ്, KS ജയഘോഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് കേസിൽ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് SDPI നേതാവ് അറസ്റ്റിൽ. SDPI ദേശീയ അധ്യക്ഷനും വിളയൂർ കൂരാച്ചിപ്പടി സ്വദേശിയുമായ MK ഫൈസിയെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തതായാണ് ലഭ്യമായ വിവരം. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിന്റെ അടിസ്ഥാനത്തിലാണ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2022 സെപ്റ്റംബർ 8 രാജ്യവ്യാപകമായി NIA പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും രേഖകൾ ഓഫീസിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇത് പരിശോധിച്ചതിൽ നിന്നാണ് SDPI ദേശീയ അധ്യക്ഷന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയത്. EDയുടെ ഡൽഹി യൂണിറ്റാണ് ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ ED പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ നടപ്പിലാക്കുന്നത് മണ്ടൻ തീരുമാനങ്ങളെന്ന് BMS ജില്ലാ വൈസ് പ്രസിഡന്റ് M ഗിരീഷ്. കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ അംഗീകരിക്കാനാകില്ലെന്നും ഗിരീഷ് പറഞ്ഞു. മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ ഓട്ടോ മസ്ദൂർ സംഘ് പാലക്കാട് കളക്ടറേറ്റിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗിരീഷ്. അഴിമതിക്കാരനായ അച്ഛന്റെ മകനായ ഗണേഷ് കുമാർ ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുന്ന പോലെയാണ് കാര്യങ്ങളെ കാണുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ അവരുമായി ചർച്ച നടത്തണം. ഏതെങ്കിലും മണ്ടന്മാരുടെ നിർദ്ദേശമല്ല റോഡ് സേഫ്റ്റിയായി നടപ്പിലാക്കേണ്ടത്. വഴി നീളെ തടഞ്ഞ് പിഴ ഈടാക്കുന്ന RTO ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രയാസങ്ങൾ തിരിച്ചറിയണം. ഇരിപ്പാവകാശത്തിനായി CITU പോലും സമരരംഗത്തുണ്ടാവുന്നത് ഭരണം പരാജയമാണെന്നതിന്റെ തെളിവാണെന്നും ഗിരീഷ് പറഞ്ഞു. ഈ മാർച്ച് മാസം 1-ാം തീയതി മുതൽ ഓട്ടോറിക്ഷക്കാരൻ മീറ്റർ ഇല്ലാതെ ഓടിയാൽ സൗജന്യ യാത്രയാണ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിക്കണം. മീറ്റർ ഇല്ലാതെ ഓടിയാൽ സൗജന്യമാണ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിക്കുന്ന നടപടികൾ ആരംഭിച്ചുകൊണ്ട് മോട്ടോർ വകുപ്പ്, നമ്മുടെ പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ, പുള്ളി സിനിമാ സ്റ്റൈലിലാണ് പരിപാടികളെല്ലാം. സിനിമയിലെ ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കുന്നതല്ല സാധാരണക്കാരന്റെ ജീവിതമെന്ന് മന്ത്രി ഗണേഷ് കുമാർ ഈ നാട് കട്ടുമുടിച്ചതിന്റെ പേരിൽ, ഈ നാട് അഴിമതി നടത്തിയതിന്റെ പേരിൽ ജയിലിൽ കടന്ന് ഈ നാടിനെ നശിപ്പിച്ച ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന, ഈ കേരളത്തിലെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത അഴിമതി നടത്തി ജയിലിൽ പോയ ബാലകൃഷ്ണപിള്ള മരിച്ചുപോയി. ആ ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് ഗണേഷ് കുമാർ. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് U പരശു, BMS ജില്ലാ ട്രഷറർ V ശരത്, ഹരിഗോവിന്ദൻ, ശിവകുമാർ, കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാഞ്ഞാൾ പൈങ്കുളത്ത് ശ്മശാനം കോമ്പൗണ്ടിൽ ഹരിതകർമ്മസേന സ്വരൂപിച്ചു വെച്ച പ്ലാസ്റ്റിക് സാമഗ്രികൾക്ക് തീപിടിച്ചു. ഷൊർണൂർ ഫയർഫോഴ്സ് യൂണിറ്റിലെ 2 യൂണിറ്റുകൾ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹകരണത്തോടെ തീയണച്ചു. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പൈങ്കുളത്തെ കൂളിത്തോടിന് സമീപമുള്ള ശ്മശാനം കോമ്പൗണ്ടിൽ ഹരിതകർമ്മസേന സ്വരൂപിച്ചു വച്ചിരുന്ന പ്ലാസ്റ്റിക് സാമഗ്രിയിലാണ് തീപിടുത്തമുണ്ടായത്. ലോറിയിൽ കയറ്റിക്കൊണ്ടുപോകാൻ പാകത്തിൽ വച്ചിരുന്ന പ്ലാസ്റ്റിക് സാമഗ്രികളാണ് കത്തിനശിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഉടൻ തന്നെ ഷൊർണൂർ അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റുകൾ സ്ഥലത്തെത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണയ്ക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി, മറ്റു മെമ്പർമാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു.
അതേസമയം തൊട്ടടുത്തുള്ള ഭാരതപ്പുഴയിൽ സാമൂഹ്യവിരുദ്ധർ മുളക്കാട് വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇതിൽ തീയിട്ടതിനെ തുടർന്ന് പിൻവശത്തുകൂടെ തീ പടർന്നുവന്ന് പ്ലാസ്റ്റിക് ചാക്കുകളിലേക്ക് പടർന്നതാവാമെന്നാണ് കരുതുന്നതെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ആവശ്യമുന്നയിച്ച യൂണിയൻ പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് RT ഓഫീസ് മാർച്ച് നടത്തി. മേലെ പട്ടാമ്പി അലക്സ് തിയേറ്ററിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. ജോയിന്റ് RT ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കാനുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. യൂണിയൻ ജില്ലാ സെക്രട്ടറി AV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നിയമാനുസൃതമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഒരു ഘട്ടത്തിലും CITU യൂണിയൻ എതിരെ നിന്നിട്ടില്ല. ഞങ്ങൾക്ക് ഈ പൈസക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും വലിയ ജീവിത ചെലവും പ്രയാസങ്ങളെല്ലാം വരുമ്പോൾ കാലാനുസൃതമായി ചാർജ് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരം നടത്താറുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും അതിൽ ചില വർധനവുണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കാറ്. അതല്ലാതെ നാട്ടില് ഓട്ടോറിക്ഷയിൽ കയറുന്ന, വാഹനത്തിൽ കയറുന്ന സാധാരണക്കാരായ മനുഷ്യരെ കൊള്ളയടിച്ച് ജീവിക്കുന്നവരല്ല ഈ തൊഴിലാളികൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. PP മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MK പ്രദീപ്, MR ജയശങ്കർ, ഉണ്ണികൃഷ്ണൻ, രാമചന്ദ്രൻ, KP അജയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഫയർ മീറ്റർ തകരാറിലായാൽ യാത്രാ സൗജന്യമെന്ന തെറ്റായ ഉത്തരവ് പിൻവലിക്കണമെന്ന് മോട്ടോർ തൊഴിലാളി യൂണിയൻ INTUC ആവശ്യമുന്നയിച്ച് വാണിയംകുളത്ത് തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. വാണിയംകുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം PK ദാസ് ആശുപത്രി പരിസരത്ത് സമാപിച്ചു. പ്രതിഷേധ യോഗത്തിൽ റീജിയണൽ വൈസ് പ്രസിഡന്റ് ജയരാജൻ സ്വാഗതം പറഞ്ഞു. INTUC ഷൊർണൂർ റീജിയണൽ പ്രസിഡന്റ് ഹംസ മേലാടയിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PK വേണു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശിവപ്രകാശൻ മാസ്റ്റർ, VN കൃഷ്ണൻ, ഉണ്ണി മാസ്റ്റർ, കർഷക കോൺഗ്രസ് ഷൊർണൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ വാക്കയിൽ, R സുരേഷ് ബാബു, റസാഖ് നെല്ലായ, ഹരീഷ് ഷൊർണൂർ, INTUC മണ്ഡലം പ്രസിഡന്റുമാരായ TS വിനയൻ, KP വേണു നെല്ലായ, രാജു അനങ്ങനടി, സുലൈമാൻ നെല്ലായ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിൽ സ്വകാര്യ ബസ് യാത്രക്കാരിയുടെ സ്വർണ്ണമാല കവർന്നു. മാസ്ക് ധരിച്ച സ്ത്രീ യാത്രക്കാരിയുടെ മാല കവരുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചെറുപ്പശ്ശേരി സ്വദേശിനിയുടെ 3 പവൻ വരുന്ന മാലയാണ് നഷ്ടമായത്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോഴാണ് സംഭവം. 2 സ്ത്രീകൾ ചേർന്നാണ് കവർച്ച നടത്തിയത് എന്നാണ് നിഗമനം. ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട് മോഷണ കേസ് പ്രതികളെ ചെറുതുരുത്തിയിൽ നിന്നും തമിഴ്നാട് പോലീസ് പിടികൂടി. പിടിയിലായത് 2 വീടുകൾ കുത്തിത്തുറന്ന് 32 പവൻ സ്വർണവും 1 കിലോ വെള്ളിയും മോഷ്ടിച്ച കേസിൽ. പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചെറുതുരുത്തി കോഴിമാംപറമ്പ് കോളനിയിൽ താമസിക്കുന്ന 27 വയസ്സുള്ള അജിത്തിനെയും സഹോദരി ഭർത്താവ് 40 വയസ്സുള്ള വെങ്കടേഷിനെയും. തമിഴ്നാട് കടവല്ലൂർ ജില്ലയിലെ വിരുദാചലം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഒരേ ദിവസം 2 വീടുകൾ കുത്തിത്തുറന്നാണ് 32 പവൻ സ്വർണവും 1 കിലോ വെള്ളിയും 2 ലക്ഷം രൂപയും മോഷ്ടിച്ചത്. വിരുദാചലം സ്റ്റേഷൻ SI ചന്തുവും സംഘവും ചെറുതുരുത്തി SI വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് പ്രതിയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പിടികൂടിയത്. അജിത്ത് 1ാം പ്രതിയാണ്. മോഷണത്തിന് ശേഷം സഹോദരിയുടെ വീടായ ചെറുതുരുത്തിയിൽ വന്ന് താമസിക്കുകയായിരുന്നു. അജിത്തിന് അഭയം കൊടുത്തതിലും മറ്റ് അജിത്തിന്റെ സഹായികളെ ബന്ധപ്പെടാൻ ഫോൺ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതിലുമാണ് വെങ്കടേഷിനെതിരെയുള്ള കുറ്റം. തമിഴ്നാട് പോലീസ് സംഘത്തോടൊപ്പം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ, ഗിരീഷ്, ഷംസുദ്ദീൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പിക്കടുത്ത് വള്ളൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. തിരുവേഗപ്പുറ കൈപ്പുറം സ്വദേശി പുളിക്കൽ വീട്ടിൽ 23 വയസ്സുള്ള മുഹമ്മദ് ഷനൂബാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ 2ാം മൈൽസിലാണ് സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. തിരുവേഗപ്പുറ കൈപ്പുറത്ത് താമസിക്കുന്ന പുളിക്കൽ വീട്ടിൽ 23 വയസ്സുള്ള മുഹമ്മദ് ഷനൂബാണ് മരിച്ചത്.
കാർ സ്കൂട്ടറിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കൊപ്പം ഭാഗത്തു നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്നു സ്വകാര്യ ബസ്. ബസ് ജീവനക്കാർ ഉടൻ തന്നെ ഷനൂബിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സഹോദരന്റെ സ്കൂട്ടറിൽ പട്ടാമ്പിയിൽ നിന്ന് തിരുവേഗപ്പുറയിലേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വ്യാപാര വാണിജ്യ മേഖലകളിൽ കൂടുതൽ ഇടപെടാൻ CITU ശ്രമിക്കണമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാര വാണിജ്യ മേഖല CITU തൊഴിലാളികൾ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിലും സമരത്തിനൊപ്പം തൊഴിലാളികൾ പലരും നിൽക്കാത്തത് തൊഴിൽ നഷ്ടമാകുമെന്ന ഭയം കൊണ്ടാണെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. തൊഴിലാളി ചൂഷണം കൂടുതൽ നടക്കുന്ന മേഖലയാണ് വ്യാപാര വാണിജ്യ മേഖല. തൊഴിലാളി സംരക്ഷണത്തിനായി സർക്കാർ നിയമമുണ്ടെങ്കിലും നടപ്പിലാവുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നില്ല. തൊഴിലാളി സംരക്ഷണത്തിനായി CITU ഇറങ്ങിയാൽ സ്ഥാപനം പൂട്ടിക്കാൻ CITU ഇറങ്ങിയെന്ന പ്രചരണമാണ് വ്യാപകമാകുന്നത്. ക്ഷേമനിധിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു. മറ്റൊരു മേഖല യഥാർത്ഥത്തിലില്ല. നമുക്ക് വേണ്ടത്ര ഈ മേഖലയിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ള പോരായ്മ ആദ്യം തന്നെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയണം. ഇവിടെ നമ്മുടെ ജില്ലയിൽ തന്നെ 10,000-കണക്കിന് ആളുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്നവരാണ്. അപ്പോൾ കേരള സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി നിയമത്തിലെ ഒരു ആവശ്യമാണ് ഇരിപ്പിടാവകാശം. അത് കർശനമായി നടപ്പിലാക്കുക. ആ ഇരിപ്പിടാവകാശം കർശനമായി എത്ര ഷോപ്പ് ഉടമകൾ നടപ്പിലാക്കുന്നത് നമുക്ക് നടപ്പിലാക്കാൻ തയ്യാറാകാൻ വേണ്ടി CITU മുൻകൈയെടുത്ത് പോയാൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും ചിലപ്പോൾ ഈ ആവേശത്തിൻ്റെ ഒപ്പം നിൽക്കില്ല. യൂണിയൻ പ്രസിഡന്റ് M ഹംസ അധ്യക്ഷത വഹിച്ചു. TK നൌഷാദ്, കൃഷ്ണകുമാർ, രവി ചെറുതറ, PG രാമദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വേനൽ ചൂട് ഉയർന്നതോടെ പറളി കണ്ണാടിപ്പുഴ വറ്റി വരളുന്നു. ഇതുമൂലം കുടിവെള്ളം പ്രതിസന്ധിയിലാകുമോ എന്നാണ് നാട്ടുകാരുടെ ആശങ്ക. വേനലിന്റെ തുടക്കത്തിൽ തന്നെ പുഴ വറ്റിയത് ശുദ്ധജല വിതരണത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് പഞ്ചായത്ത് ഭരണസമിതി. വേനൽ ചൂട് ഉയർന്നതോടെ ജലസംഭരണികളിൽ ജലത്തിന്റെ അളവ് ക്രമാതീതമായി താഴ്ന്നു. പുഴകളിലും തോടുകളിലും വെള്ളം താഴ്ന്നത് രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിക്ക് കാരണമാകുമോ എന്നാണ് ജനങ്ങളുടെ ആശങ്ക. പറളിയിൽ നിറഞ്ഞൊഴുകിയിരുന്ന കണ്ണാടിപ്പുഴ ഏതാനും ദിവസങ്ങൾക്കകം വറ്റിവരണ്ട് പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന സ്ഥിതിയിലാണ്. വിവിധ പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണ പമ്പ് ഹൗസുകൾ പ്രവർത്തിക്കുന്നത് കണ്ണാടിപ്പുഴയെ ആശ്രയിച്ചാണ്. വേനൽ ആരംഭത്തിലെ പുഴകളിലെ വെള്ളം വറ്റുന്നത് കുടിവെള്ള പ്രശ്നം സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് ഭരണസമിതികളും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയംകുളത്ത് അനധികൃതമായി 7 ഏക്കറോളം കുന്നിടിച്ച് നിരത്തിയ വിഷയത്തിൽ CPIM നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. പ്രദേശത്തെ കുടുംബങ്ങളുടെ പരാതിയെ തുടർന്നാണ് CPIM നേതാക്കൾ വിഷയം ഏറ്റെടുത്തത്. വാണിയംകുളത്ത് ടൗണിനോട് ചേർന്നുള്ള 150-ലധികം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെയാണ് കുന്നിടിച്ചിൽ ബാധിക്കുക. കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രാരംഭ നടപടിയാണ് സ്ഥലം നിരത്തൽ എന്നതായിരുന്നു ഉടമകളുടെ വാദം. എന്നാൽ വില്ലേജ് അധികാരികൾ ഇടപെട്ട് നിലവിലെ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഒരു വകുപ്പുകളുടെയും അനുമതിയില്ലാതെ 7 ഏക്കറോളം കുന്ന് നിരത്തിയ സംഭവം നിരത്തിയിട്ട കുന്നിനു മുകളിലെ വലിയ പാറക്കല്ലുകൾ മേൽക്കൂരയ്ക്ക് മേൽ പതിക്കുമോ എന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്ക് ഉള്ളത്. പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തികൾ അനുവദിക്കൂ എന്നാണ് CPIM നിലപാട്. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏത് കാര്യം ബന്ധപ്പെട്ട അധികാരികളുടെ അംഗീകാരം തേടിയ ശേഷം മാത്രമാണ് നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. അതിനോടൊപ്പം അതിൽ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ചല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കുന്നൊക്കെ ഇടിച്ച് നിരപ്പാക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇതൊരു നല്ലൊരു മഴ വന്നാൽ ഇപ്പോൾ നിരപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന ഈ രൂപത്തിലുള്ള മണ്ണും കല്ലും ഒക്കെ തന്നെ നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ അത് കുത്തി ഒലിച്ച് മെയിൻ റോഡിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അതിനോടൊപ്പം തന്നെ ഈ സമീപത്തുള്ള വീടുകളിലുള്ള ആളുകളുടെ ജീവനും സ്വത്തിനും ഉൾപ്പെടെ ഭീഷണിയായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ആ സാഹചര്യത്തെ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലും കൂടി ഈ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം.
അതിനാവശ്യമായ ഇടപെടൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നാണ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് അറിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുളഞ്ഞൂർ അഴകൊത്ത ശിവക്ഷേത്രത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ക്ഷേത്രത്തിലെ മുൻവശത്തെ ദീപസ്തംഭവും ഭണ്ഡാരവും അക്രമി സംഘം ഭാഗികമായി തകർത്ത നിലയിലാണ്. മുളഞ്ഞൂർ ഭരണിവേലയുടെ ഭാഗമായി ഉയർത്തിയ പന്തലും പരസ്യബോർഡും തകർത്ത നിലയിലാണ്. ചുറ്റുവിളക്കിലെ ചില ചരാതുകളും പറിച്ചു വലിച്ചെറിഞ്ഞ നിലയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് ശേഷമാകാം അക്രമം നടന്നതെന്നാണ് കമ്മിറ്റിക്കാർ പറയുന്നത്. സംഭവം പറഞ്ഞ് ഒറ്റപ്പാലം സബ് ഇൻസ്പെക്ടർ എം സുനിലിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് മോഹൻദാസ്, സെക്രട്ടറി ടി നാരായണൻ എന്നിവർ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി ഏകദേശം 9:30-11 മണിക്കുള്ളിലാണെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് ഭണ്ഡാരം, അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മേളത്തിന് ഒരുക്കിയിട്ടുള്ള പന്തല്, ചുറ്റുവിളക്കിൻ്റെ ഭാഗങ്ങളെല്ലാം അടിച്ച് തകർത്ത നിലയിലാണ്. അപ്പോൾ അതിന്ന് രാവിലെയാണ് മേൽശാന്തി ക്ഷേത്രം തുറന്ന സമയത്താണ് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ കമ്മിറ്റി അറിയിക്കുകയും ഞങ്ങൾ ഭക്തജനങ്ങളെല്ലാം ഈ പരിസരത്ത് എത്തി പോലീസിൻ്റെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ഇതിനെതിരെ കൂട്ടായ്മ വൈകുന്നേരത്തെ എല്ലാ ആൾക്കാരും ഇതിൽ പങ്കെടുക്കണം. പ്രതിഷേധ കൂട്ടായ്മയിൽ എല്ലാ കുടുംബസമേതം പങ്കെടുത്ത് നമുക്കതിനെ പിന്നെ ചെയ്ത സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥ പ്രയാണം തുടരുന്നു. തൃശൂർ ജില്ലയിൽ ജാഥയുടെ പര്യടനം പൂർത്തിയാക്കി. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിൽ നിന്നും ജാഥയെ വരവേറ്റത്. പര്യടനങ്ങളുടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിരവധി പ്രവർത്തകർ അണിനിരന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥ മാനേജർ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പലോളി, ജാഥ അംഗം SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K അനുശ്രീ എന്നിവർ അനുഗമിക്കുന്ന പതാക ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത്. സ്വീകരണത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി K മുരളീധരൻ, തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M വർഗീസ്, സേവ്യർ ചിറ്റിലപ്പള്ളി MLA, KV നഫീസ, മേരി തോമസ്, ഉഷ പ്രഭുകുമാരി, M ബാലാജി, PA ബാബു, ഏരിയ നേതാക്കളായ K നന്ദകുമാർ, M സുലൈമാൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, KP അനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പരുതൂർ പഞ്ചായത്ത് പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 12 ലക്ഷം രൂപ ചെലവിൽ 26 പേർക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. പരുതൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 12 ലക്ഷം രൂപ ചിലവിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം നടത്തിയത്. 26 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ നിർവഹിച്ചു. നിങ്ങൾക്കറിയാം, വലിയ ഭീമമായ തുകയാണ് ഇതിന് വരുന്നത്. 12 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് ഇതിനു വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. ഒരു ലാപ്ടോപ്പിന് 37,000-ൽ പരം രൂപയാണ് വരുന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത് മേടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ള സമയത്താണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരം ഒരു പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ AKM അലി, സൗമ്യ സുഭാഷ്, രജനി ചന്ദ്രൻ, അനിത രാമേന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സാബു, പ്ലാൻ റിസോഴ്സ് പേഴ്സൺ രാമദാസ് പരുതൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അഴകിന്റെ പെരുമയിൽ പൈങ്കുളം വാഴാലിക്കാവ് തട്ടകത്തമ്മയുടെ വേല മഹോത്സവം ആഘോഷിച്ചു. കുംഭച്ചൂട് വകവയ്ക്കാതെ ആയിരങ്ങൾ സാക്ഷിയായി. ക്ഷേത്രത്തിലെ പ്രധാന പങ്കാളികളായ അങ്ങാടിക്കാവ്, പാക്കനാർ, മുല്ലക്കാവ്, പടിഞ്ഞാറ്റുമുറി, ഉന്നത്തൂർ എന്നീ വിഭാഗങ്ങളുടെയും മറ്റ് 9 ചെറു ആഘോഷ കമ്മിറ്റികളുടെയും പൂരങ്ങളാണ് ക്ഷേത്രത്തിൽ കാവ് കയറിയത്. തിടമ്പ് വച്ച 5 ആനകളടക്കം 14 ആനകളെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ 100-ൽ കൂടുതൽ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ മേളത്തോടെയാണ് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നത്.
ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീ കുഴുകോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് വിവിധ പരിപാടികളോടെ തുടക്കം. ക്ഷേത്രാചാര പരിപാടികൾക്ക് ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ തിയന്നൂർ മനക്കൽ ശ്രീധരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ഉത്സവ പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് പറവെപ്പും നാമജപവും നടന്നു. ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു. കൂറയിടൽ ചടങ്ങിന് ശേഷം സന്ധ്യാവേല, കളപ്രദക്ഷിണം, കളംപൂജ, കളംപാട്ട് എന്നീ വിവിധ ക്ഷേത്ര ആചാര പരിപാടികൾ നടക്കും. രാത്രി 9 മണിയോടെ കളംവായ്ക്കൽ ചടങ്ങ് നടക്കും. കൂറ വലിക്കുന്നതോടെ ഉത്സവ പരിപാടികൾക്ക് സമാപനമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലക്കിടി മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് പുറമെ ഓട്ടം തുള്ളലും വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കൊടിക്കൂറ എഴുന്നള്ളിപ്പും നടന്നു. ഉച്ചയ്ക്ക് ശേഷം സംഗീത കച്ചേരി, പഞ്ചവാദ്യം, ദീപാരാധന, നാദസ്വര കച്ചേരി, പാഠകം, തായമ്പക തുടങ്ങിയ വിവിധ പരിപാടികളും നടന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ഈട് വെടിയോടെ ആഘോഷ പരിപാടികൾ സമാപിച്ചു. മങ്കര മുണ്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവ പരിപാടികൾ തുടരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് മേളം, നിറമാല, സഹസ്രദീപ അലങ്കാരം, ദീപാരാധന, നൃത്തസോപാനം, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ക്ഷേത്രോത്സവ പരിപാടിയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പതിവ് പൂജകൾക്ക് ശേഷം നഗരിപ്പുറം വിഷ്ണു ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണത്തോടുകൂടി ഇന്നത്തെ അശ്വതി മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വൈകുന്നേരം ക്ഷേത്രത്തിൽ സഹസ്ര ദീപാലങ്കാരം, നിറമാല, മേളവാദ്യങ്ങളോടുകൂടി ദീപാരാധന ആഘോഷിക്കപ്പെട്ടു. ശേഷം സുജാത പ്രഭു ചിലങ്ക ഡാൻസ് ഗ്രൂപ്പ് മങ്കരയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരക്കളിയിലൂടെയാണ് ഇന്നത്തെ അശ്വതി ദിവസത്തെ കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം അചഞ്ചലായ മംഗളം അകിഞ്ചനായ മംഗളം ജഗത്ശിവായ മംഗളം നമഃ ശിവായ മംഗളം മംഗളം കുഴൽമന്ദം ശ്രീ ശബരി സ്കൂളിന്റെ 26ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പൊതുസമ്മേളനം കുഴൽമന്ദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥി ആസിക അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഇൻചാർജ് എം രമ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ വിജയൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ പി കലാധരൻ, PTA പ്രസിഡന്റ് പി പ്രസീത, MPTA പ്രസിഡന്റ് അംബിക, ശിശുവാടിക കൺവീനർ എൻ സോണിയ, സ്കൂൾ വിദ്യാർത്ഥികളായ ആശുത, എസ് ശ്രീഹരി, ഗണശ്യം, ദിയ, കെ ജലജ, എസ് ശ്രീജ, കെ ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. എസ് ആശുത സ്വാഗതവും അനഘ നന്ദിയും പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ വാസന്തി വിജയകുമാർ സമ്മാന വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രോത്സവം സമാപിച്ചു. നൂറുകണക്കിന് ഭക്തരാണ് വിവിധ ദിനങ്ങളിലായി ഉത്സവ സമാപനത്തോടനുബന്ധിച്ച്
തന്ത്രി ശങ്കരനാരായണൻ ഉണ്ണി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയിൽ ആറാട്ടും തുടർന്ന് എഴുന്നള്ളിപ്പും നടന്നു. തത്തങ്കോട് സെന്ററിൽ നിന്ന് കോങ്ങാട് മോഹനന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും താലപ്പൊലിയോടെയുള്ള എഴുന്നള്ളിപ്പുമുണ്ടായി. എഴുന്നള്ളിപ്പ് രാത്രി 10 മണിക്ക് ക്ഷേത്രത്തിലെത്തി. ഉത്സവ ദിവസങ്ങളിൽ വൈകുന്നേരം വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റലി ലഹരിക്കെതിരെ നാടൊന്നാകും. നിയമസഭയിൽ പ്രത്യേക ചർച്ച പൂർണ്ണ പിന്തുണ നൽകി പ്രതിപക്ഷം. സർക്കാർ മാഫിയക്കെതിരെ ചലിക്കാൻ തീരുമാനിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് മാഫിയകളെ അടിച്ചൊതുക്കാനാകുമെന്ന് മുൻ DGP ടി ആസിഫ് അലി വ്യക്തമാക്കി. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റലിയിലേക്ക്. അന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അയാളുടെ കൃത്രിമീകരണത്തിൽ സർക്കാർ ഇടപെടാതെ സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ളൊരു പവർ കൊടുത്തിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ 24 മണിക്കൂർ കൊണ്ട് അയാൾ ഈ മാഫിയകളെ ഒതുക്കുമായിരിക്കും. പക്ഷേ ഇന്ന് ഏതൊരു ഉദ്യോഗസ്ഥനും അവനവൻ്റെ കൃത്യനിർവഹണം ചെയ്യുന്നതിൻ്റെ കൂച്ചുവിലങ്ങായിട്ട് അവൻ പിൻസീറ്റ് ഡ്രൈവിങ്ങിൽ ഈ കളിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഈ ഭരണകർത്താക്കൾ കളിപ്പിക്കുമ്പോൾ ഒരു വർഷമല്ല ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ കൂടെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. കാരണം ഉദ്യോഗസ്ഥന്മാരുടെ പവറെ മാറ്റിക്കൊണ്ട് രാഷ്ട്രീയക്കാരൻ്റെ വാലാട്ടികളായിട്ട് മാറ്റുന്ന ഈ സംവിധാനം മാറാത്തിടത്തോളം കാലം ആ സാറ് പറഞ്ഞ ഒരു കാര്യങ്ങളും സർക്കാർ പറഞ്ഞ പോലെ സർക്കാർ എന്താണ് പറഞ്ഞത് അന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല. പറഞ്ഞാൽ സർക്കാർ അയാൾക്ക് സ്വതന്ത്രമായിട്ട് ചുമതല കൊടുത്തില്ല. ആ ചുമതല കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുമായിരുന്നു. ഭീകരമായ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഉത്തരവാദപ്പെട്ട ആൾക്കാർ അവർ ചെയ്യേണ്ട പ്രവൃത്തി നിർഭയത്തോടു കൂടിയും ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയും നിർവഹിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയാൽ നമ്മളുടെ മുൻ നിലപാട് കേരളത്തിൽ നിലവിൽ മുൻ കാലഘട്ടങ്ങളിൽ അനുവർത്തിച്ചിരിക്കുന്ന ആ നയം നടപ്പിലാക്കുകയാണെങ്കിൽ DGP പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയും. നേരെ മറിച്ച് ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്ന് ലോബി നിർബാധം അവർ താഴെത്തട്ടിലുള്ള ചെറിയ കുട്ടികളെ വരെ വലയിലാക്കിക്കൊണ്ട് അവരുടെ ബിസിനസ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഉത്തരമേഖല ദക്ഷിണമേഖല തലത്തിൽ 2 IG-മാർക്ക് പരിപൂർണമായിട്ടുള്ള നിർഭയമായ രീതിയിലുള്ള പ്രവർത്തന മേഖല തുറന്നു കൊടുക്കുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഈ മാഫിയകളെയും പിടിച്ചു കെട്ടാനുള്ള ആർജവം കേരള പോലീസിന് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലഹരിക്കെതിരെ പോരാടേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. ഒന്നാമതായി ഡിജിറ്റൽ വിപ്ലവം വന്നതോടുകൂടി കുട്ടികളുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം പണ്ടെല്ലാം ഒരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം, ടിക്കറ്റ് എടുത്ത് കാണണം. ഒരു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ ഹോട്ടലിലേക്ക് ചെല്ലണം. ഇപ്പോഴാണെങ്കിലോ നമ്മളുടെ വിരൽത്തുമ്പിലാണ് സിനിമ കാണാൻ പറ്റും. ഏത് ഹോട്ടലിലെ ഭക്ഷണം വേണോ ഒന്ന് ഞെക്കിയാൽ ആ ഭക്ഷണം നമ്മുടെ കൈകളിലെത്തും. ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു യുവതലമുറയുടെ മുൻപിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരെ പോരാടുവാൻ 24 മണിക്കൂർ ഒരിക്കലും തികയില്ല. 30 വർഷമായി ഈ കാലഘട്ടത്തിന്റെ പുരോഗമനത്തോടൊപ്പം തന്നെ ലഹരിയുടെ കടന്നുകയറ്റം ഒരുപാട് കൂടിയിരിക്കുകയാണ്. അത് യാതൊരു സംശയം വേണ്ട. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് KSU മാർച്ചിൽ സംഘർഷം. ലഹരി വ്യാപനത്തിനെതിരെ പാലക്കാട് എക്സൈസ് ഓഫീസിലേക്ക് KSU മാർച്ച്. പോലീസിന് നേരെ പ്രകോപനവുമായി KSU പ്രവർത്തകർ. കള്ള് മാഫിയയുമായി ബന്ധമുള്ള ചരിത്രമാണ് CPM-ന് ഉള്ളതെന്നും മണിച്ചന്റെ ഡയറി അത് വ്യക്തമാക്കുന്നുണ്ടെന്നും KPCC അംഗം ആര്യാടൻ ഷൗക്കത്ത്. SDPI ദേശീയ നേതാവ് ED അറസ്റ്റിൽ. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായത് SDPI ദേശീയ പ്രസിഡന്റ് വിളയൂർ കൂരാച്ചിപ്പടി സ്വദേശി MK ഫൈസി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേതാവിനെ കസ്റ്റഡിയിലെടുത്തത് ഡൽഹി വിമാനത്താവളത്തിൽ വച്ചു. മീറ്റർ പ്രവർത്തിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആവശ്യമുന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് RTO മാർച്ച്. മോട്ടോർ തൊഴിലാളി യൂണിയൻ INTUC-വിന്റെ ആഭിമുഖ്യത്തിൽ വാണിയംകുളത്തെ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം. കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിൽ നടപ്പാക്കുന്നത് മണ്ടൻ തീരുമാനങ്ങളെന്ന് BMS ജില്ലാ വൈസ് പ്രസിഡന്റ് M ഗിരീഷ്. പാലക്കാട് കളക്ടറേറ്റിലേക്ക് ഓട്ടോ മസ്ദൂർ സംഘ് തൊഴിലാളി മാർച്ച്.
വാണിയംകുളത്ത് അനധികൃതമായി കുന്നിടിച്ചു നിരത്തിയ വിഷയത്തിൽ CPM പ്രാദേശിക നേതൃത്വം ഇടപെടുന്നു. 7 ഏക്കറോളം കുന്നിടിച്ചു നിരത്തിയ സ്ഥലം CPM നേതാക്കൾ സന്ദർശിച്ചു. വിഷയം ഏറ്റെടുത്തത് പ്രാദേശിക കുടുംബങ്ങളുടെ പരാതിയെ തുടർന്ന്. ഷൊർണൂരിൽ സ്വകാര്യ ബസ്സിൽ യാത്രക്കാരിയുടെ സ്വർണ്ണമാല കവർന്നു. മാസ്ക് ധരിച്ചെത്തിയ സ്ത്രീ യാത്രക്കാരിയുടെ മാല കവരുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. 3 പവൻ സ്വർണ്ണമാല നഷ്ടമായത് ചെറുപ്പളശ്ശേരി സ്വദേശിനിയുടെ. കേസിൽ ഷൊർണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട്ടിലെ മോഷണ കേസ് പ്രതികളെ ചെറുതുരുത്തിയിൽ നിന്നും തമിഴ്നാട് പോലീസ് പിടികൂടി. 32 പവൻ സ്വർണവും 1 കിലോ വെള്ളിയും മോഷ്ടിച്ച കേസിൽ അറസ്റ്റായത് അജിത്, സഹോദരി ഭർത്താവ് വെങ്കടേഷ് എന്നിവർ. പട്ടാമ്പി വള്ളൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് തിരുവേഗപ്പുറ കൈപ്പുറം പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് ഷനു. നാട് വേനൽ ചൂടിലേക്ക്. ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ പറളി കണ്ണാടി പുഴ വറ്റി വരളുന്നു. കുടിവെള്ളം പ്രതിസന്ധിയിലാകുമോ എന്ന ആശങ്കയിൽ നാട്ടുകാർ. വേനലിന്റെ ആരംഭത്തിൽ തന്നെ പുഴ വറ്റിയത് ശുദ്ധജല വിതരണത്തെ ബാധിക്കുമെന്ന് വിലയിരുത്തി പറളി പഞ്ചായത്ത് ഭരണസമിതി. നിളയോരത്ത് അഴകിനഴകായി പൈങ്കുളം വാഴാലിക്കാവ് വേല. ഗ്രാമത്തിൽ വിരിഞ്ഞത് കാഴ്ചയുടെ നിറവസന്തം. ആഘോഷത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ലക്കിടി മുളഞ്ഞൂർ ഭരണി വേല ഭക്തിസാന്ദ്രം. മങ്കരാമുണ്ടേക്കാവിൽ അശ്വതി ഭരണി മഹോത്സവം തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.